Hello students, next concept is of principal unit normal vector or a plane curve. The peculiarity is that a principal unit normal vector or a plane curve can be defined at a point where the curvature kappa not equal to 0. Kappa non-zero ആവുന്ന സ്ഥലത്തെ principal unit normal vector എന്നൊരു കൺസെപ്റ്റ് തന്നെ നമുക്കുള്ളൂ. The reason is that it is defined by normal n bar equal to dt bar by dt divided by its modulus. dt bar by dt divided by its modulus. Mod dt bar by dt. ഇതൊരു റേഷ്യോ ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ നോൺ സീറോ ആവണം. ഈ ഡിനോമിനേറ്ററിന് കാപ്പായുമായിട്ട് ബന്ധമുണ്ട്. വാട്ട് ഈസ് കാപ്പ? കാപ്പയുടെ ഡെഫിനിഷൻ എന്തായിരുന്നു? മോഡുലസ് ഓഫ് ഡി ടി ബാർ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ മോഡ് വി ബാർ. അത് പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിച്ചാണ്. ഡെഫിനിഷൻ എന്തായിരുന്നു? റേറ്റ് അറ്റ് വിച്ച് യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ ടേൺസ് പെർ യൂണിറ്റ് ലെന്ത് ഡി ടി ബാർ ബൈ ഡി എസ് എന്ന് പറയുന്നതാണ് കാപ്പയുടെ ശരിക്കുള്ള എക്സ്പ്രഷൻ. അതിന് ഇതുമായിട്ട് എന്താ ബന്ധം? ഡി ടി ബാർ ബൈ ഡി ടി ബാർ ബൈ ഡി എസ് നമുക്ക് കണക്ട് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു ഡി ടി ബാർ ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി. ഇവിടെയാണെങ്കിൽ അതങ്ങനെ തന്നെ മോഡുലസ് ഓഫ് ഡി ടി ബാർ ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി. ഇതിൻ്റെ മോഡുലസാണ് വേണ്ടത്. അതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോഡുലസ് എടുത്താൽ മതി. ഡി എസ് ബൈ ഡി ടി എന്ന് പറയുന്നത് സ്പീഡാണ്. അത് പിന്നെ മോഡുലസ് എടുക്കേണ്ട കാര്യമില്ല. സോ ദിസ് വിൽ ക്യാൻസൽ. സോ കാപ്പ ആണ് ഈ താഴെ ഡിനോമിനേറ്ററിൽ ഇപ്പോൾ കിടക്കുന്നത്. മോഡ് ഡി ടി ബാർ ബൈ ഡി ടി ഡിവൈഡ് ബൈ മോഡ് ഡി ടി ബാർ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മോഡുലസ് എന്ന് എഴുതിയത് ഡി ടി ബാർ ബൈ ഡി എസ് ഡിവൈഡഡ് ബൈ മോഡ് ഡി ടി ബാർ ബൈ ഡി എസ് എന്ന് വേണമെങ്കിലും എഴുതാവുന്നതാണ്. അപ്പോൾ ഈ കാണുന്നത് മോഡ് കർവേച്ചറിൽ നമ്മൾ റേറ്റ് മാത്രമേ മെഷർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പോസിറ്റീവ് വാല്യൂ മാത്രമേ നമ്മൾ അതിൽ പരിഗണിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ മോഡുലസ് നൊട്ടേഷൻ വന്നാലും ഇല്ലെങ്കിലും ഇതിനെ നമ്മൾ കാപ്പ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ആക്ച്വലി കാപ്പ ഇങ്ങനെയാണ് എഴുതേണ്ടത്. മോഡ് ഡി ടി ബാർ ബൈ ഡി എസ് റേറ്റ് ആണ്. റേറ്റ് അറ്റ് വിച്ച് യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ ടേൺസ് പെർ യൂണിറ്റ് ലെന്ത് ഡി ടി ബാർ ബൈ ഡി എസ്. ഓൺലി ടേക്ക് ദ പോസിറ്റീവ് വാല്യൂ ഓഫ് ദ റേറ്റ്. സോ യു ക്യാൻ യൂസ് ദ മോഡുലസ് നൊട്ടേഷൻ. അപ്പോൾ എൻ ബാർ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തതെങ്കിലും അതിനെ എസുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ എഴുതുമ്പോൾ ഡിനോമിനേറ്ററിൽ ഡി ടി ബാർ ബൈ ഡി എസ് ആണ്. അപ്പോൾ കാപ്പ നോൺ സീറോ ആകണം എന്ന് നമുക്കറിയാം. എന്നാലേ ഈ റേഷ്യോ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമൽ വെക്ടർ ഹാസ് ഡെഫിനിഷൻ. എസിലേക്ക് പോകേണ്ട കാര്യം നമുക്കില്ല, കാരണം പൊസിഷൻ തരുന്നത് ടിയുടെ ടേംസിലാണ്. നമ്മുടെ ഡെഫിനിഷൻ ഇങ്ങനെ ആയിരിക്കും: ടി ടി ബാർ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മോഡുലസ്. ടി ബാർ ഇൻ ടേംസ് ഓഫ് വി ബാർ ബൈ മോഡ് വി ബാർ എന്നാണ്. വി ബാർ ഇൻ ടേംസ് ഓഫ് ടി, അതുകൊണ്ട് ടിയിലാണ്. പക്ഷേ അതിനൊന്ന് റീറൈറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അവിടെ ഡിനോമിനേറ്ററിൽ കാപ്പയാണ്, ഇവിടുത്തെ ഡിനോമിനേറ്ററിൽ മോഡ് ഡി ടി ബാർ ബൈ ഡി ടി നോൺ സീറോ ആയാൽ മതി എന്നൊരു കണ്ടീഷൻ വെക്കാം. പക്ഷേ പറയാൻ എളുപ്പം കർവേച്ചർ നോൺ സീറോ എന്ന് പറയുന്നതാണ്. അപ്പം ഇങ്ങനെ റീറൈറ്റ് ചെയ്യുക. ഡിനോമിനേറ്റർ കാപ്പ നോൺ സീറോ ആകുമ്പം നമുക്ക് പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമൽ വെക്ടർ ഡിഫൈൻ ചെയ്യാം. അല്ലാത്ത സ്ഥലങ്ങളിൽ ഡെഫിനേഷന് വാലിഡിറ്റി ഇല്ല. എഴുതിയ റേഷ്യോയിൽ ഡിനോമിനേറ്റർ സീറോ ആയി പോയാൽ നമുക്ക് ആ റേഷ്യോ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമൽ വെക്ടർ ഡിഫൈൻ ചെയ്യുന്നത് കർവേച്ചർ കാപ്പ നോൺ സീറോ ആകുന്ന സ്ഥലത്താണ് എന്ന് പറയുന്നതിൻ്റെ റിലവൻസ് ഇതാണ്. നിങ്ങളുടെ നോട്ടിൽ ഇത്രേ ആകെ തന്നിട്ടുള്ളൂ. വൻ കാപ്പ നോട്ട് ഈക്വൽ ടു സീറോ വി ഡിഫൈൻ എൻ ബാർ ഈക്വൽ ടു എന്നേ പറഞ്ഞിട്ടുള്ളൂ. റീസണും കൂടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയുള്ള ഒന്ന് രണ്ട് പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ചെയ്ത കാര്യമൊക്കെ തന്നെയാണ്. എൻ ബാർ കണ്ടുപിടിക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നമ്മൾ ഡി ടി ബാർ ബൈ ഡി ടി കഴിഞ്ഞ കേസിലും ചെയ്തിട്ടുണ്ട്. ഡി ടി ബാർ ബൈ ഡി ടി കാപ്പ കണ്ടുപിടിക്കുന്നിടത്ത് നമ്മൾ എവാലുവേറ്റ് ചെയ്തതാണ്. മോഡ് ഡി ടി ബാർ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ മോഡ് വി ബാർ. അപ്പോൾ അതോടെ നമുക്ക് ഡി ടി ബാർ ബൈ ഡി ടി ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതേ വെക്ടേഴ്സ് ഉപയോഗിച്ച് തന്നെ ചെയ്യാവുന്ന കുറേ വാല്യൂസാണ് നമ്മൾ ഒരേ പ്രോബ്ലത്തിൽ തന്നെ ചെയ്യാൻ പോകുന്നത്. ടി ബാർ, എൻ ബാർ ആൻഡ് കാപ്പ എല്ലാം പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന, പലയിടത്തും സെയിം വെക്ടറിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരേ വാല്യൂ ഒന്നുമല്ല, ചില ടേംസ് ആണ് ടി ബാർ, എൻ ബാർ, കാപ്പ. കാപ്പ കർവേച്ചർ, എൻ ബാർ പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമൽ വെക്ടർ, ടി ബാർ യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ. അപ്പോൾ അതെല്ലാം ഒരേ പൊസിഷൻ തന്നെ തന്നിട്ട് നമുക്ക് ചോദിക്കാം.
ഫോർ എക്സാമ്പിൾ വെൻ ആർ ഓഫ് ടി ഈക്വൽ ടു നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കർവാണ് ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് ലോഗ് കോസ് ടി ജെ. ലോഗ് എൽ എന്നാണ് സാധാരണ എഴുതി കാണുക കേട്ടോ. ലോഗ് കോസ് ടി നാച്ചുറൽ ലോഗരിതം എന്നുള്ള അർത്ഥത്തിൽ ജെ മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു മൈനസ് പൈ ബൈ ടു ലെസ് ദാൻ ടി ലെസ് ദാൻ പൈ ബൈ ടു. ആർ ഓഫ് ടി ഇങ്ങനെ ആയിരിക്കുമ്പോൾ ടി ബാറും എൻ ബാറും കർവേച്ചറും കണ്ടുപിടിക്കുക. കർവേച്ചർ കാപ്പ നമ്മൾ രണ്ട് തരത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് വെക്ടറാണ്, അതുകൊണ്ട് വെക്ടർ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. വെക്ടറിനും പ്ലെയിൻ കർവ്സിന് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോമുമായിട്ടുള്ള ബന്ധമാണ് നമ്മൾ മറ്റൊരു തരത്തിൽ y2 ഡാഷ് മോഡ് y2 ഡാഷ് ഡിവൈഡ് ബൈ 1 പ്ലസ് y ഡാഷ് സ്ക്വയർ ഹോൾ റൈസ് ടു 3/2 കാപ്പയുടെ ഇക്വേഷനാണ്. രണ്ടും ഒന്ന് തന്നെയാണ് ഒരു കണക്കിന്. പക്ഷേ പ്ലെയിനിൽ എക്സ് വൈ പ്ലെയിനിൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതുമ്പോഴേ നമ്മൾ രണ്ടാമത് പറഞ്ഞതിന് വാലിഡിറ്റി ഉള്ളൂ. അങ്ങനെ എഴുതാൻ പറ്റാത്തതിന് എക്സ് വൈ പ്ലെയിനിലല്ല 3 ഡയമെൻഷണൽ കർവ്സ് ആണ് എന്നൊക്കെ വരാം. പ്ലെയിൻ കർവ് മാത്രമല്ല സ്പേസ് കർവ്സ് ഒക്കെ വരാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ വെക്ടർ ഫോമും മോഡ് 1 മോഡ് വി ബാർ ഇൻറ്റു മോഡ് ഡി ടി ബാർ ബൈ ഡി ടി പ്രോബ്ലം ചെയ്യാൻ ഇക്വേഷൻ കർവേച്ചറിൻ്റെ ഡെഫിനിഷൻ ശരിക്കും ഇതാണ്. മോഡുലസ് ഓഫ് ഡി ടി ബാർ ബൈ ഡി എസ് റേറ്റ് അറ്റ് വിച്ച് യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ, അതാണ് കൺസെപ്റ്റ്. ടേൺസ് പെർ യൂണിറ്റ് ലെന്ത്. അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ലൈന് ടാൻജൻറ്റ് വെക്ടർ കോൺസ്റ്റൻ്റ് ആണ്, ചേഞ്ച് ഇല്ല. അതുകൊണ്ട് അതിൻ്റെ കർവേച്ചർ 0 ആണ് എന്നൊക്കെ പറഞ്ഞത് ഈ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ടാണ്. ദിസ് ഈസ് ഈക്വൽ ടു അത് ടിയുടെ ടേംസിലേക്ക് മാറ്റി നമ്മളിങ്ങനെ എഴുതി ഡി ടി ബാർ ബൈ ഡി ടി മോഡുലസ് ഡിവൈഡഡ് ബൈ മോഡ് വി ബാർ. കാൽക്കുലേഷൻ പർപ്പസിൽ ഇത് ഉപയോഗിക്കുക. എക്സ് വൈ പ്ലെയിനിൽ y ഈക്വൽ ടു എഫ് എക്സ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ മോഡ് y2 ഡാഷ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് y ഡാഷ് സ്ക്വയർ ഹോൾ റൈസ് ടു 3/2 എന്നുള്ള ഇക്വേഷൻ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിൽ ഏതെങ്കിലും ഉപയോഗിച്ച് കർവേച്ചർ കണ്ടുപിടിക്കാം. പക്ഷേ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ടി ബാറിനും എൻ ബാറിനും ഒക്കെ വെക്ടർ ഫോം തന്നെ ആവശ്യമുണ്ട്. സോ വി കാൽക്കുലേറ്റ് വി ബാർ ഫസ്റ്റ്. നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. മോഡ് വി ബാർ, ദെൻ വി ഒബ്റ്റെയിൻ ടി ബാർ ഈക്വൽ ടു വി ബാർ ഡിവൈഡഡ് ബൈ മോഡ് വി ബാർ ടി ബാർ ആയി. അത് കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. കോസ് ടി മൈനസ് സൈൻ ഡി ജെ എന്ന് നമുക്കതിനെ അറേഞ്ച് ചെയ്യാം. സീക് ടിയുടെ ടേംസിലൊക്കെയാണ് ആദ്യം എഴുതുക. ഞാനത് ഇങ്ങോട്ട് ഉപയോഗിക്കുകയാണ്. ദെൻ ഡി ടി ബാർ ബൈ ഡി ടി കണ്ടുപിടിക്കാൻ ഈ കിടക്കുന്ന വെക്ടറിനെ ടിക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഡി ഐ അതും ചെയ്തിട്ടുള്ളതാണ്. കർവേച്ചറാണ് നമ്മൾ ആക്ച്വലി ഈ പ്രോബ്ലത്തിൽ ചെയ്തത്. മൈനസ് കോസ് ടി ജെ എന്നുള്ളതാണ് ഡി ടി ബാർ ബൈ ഡി ടി. മോഡ് ഡി ടി ബാർ ബൈ ഡി ടി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ സ്ക്വയർ ടി ഈക്വൽ ടു 1. സോ എൻ ബാർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ. എൻ ബാർ എന്ന് പറയുന്നത് ഡി ടി ബാർ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മോഡുലസ്. അത് തന്നെ ഉപയോഗിച്ചാൽ മതി. എസിലേക്ക് പോകേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ മൈനസ് സൈൻ ഡി ഐ മൈനസ് കോസ് ടി ജെ അതല്ല ഡി ടി ബാർ ബൈ ഡി ടി അതിൻ്റെ മോഡുലസ് 1 മൈനസ് സൈൻ ഡി ഐ മൈനസ് കോസ് ടി ജെ എൻ ബാർ ആയി. കർവേച്ചർ കാപ്പ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. 1 മോഡ് വി ബാർ ഇൻറ്റു മോഡുലസ് ഓഫ് ഡി ടി ബാർ ബൈ ഡി ടി മോഡുലസ് ഓഫ് ഡി ടി ബാർ ബൈ ഡി ടി 1 മോഡ് വി ബാർ ഇൻറ്റു വി ബാർ ഡി ആർ ബാർ ബൈ ഡി ടി ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമ്മൾ നേരത്തെ ചെയ്തതായതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ വെക്ടർ ഡിഫറൻസിയേഷൻസ് ഇങ്ങനെ പലതവണ ഉപയോഗിച്ച് ടി ബാറും എൻ ബാറും കർവേച്ചറും ഒരുമിച്ച് ചെയ്യാൻ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ നോട്ട്സ് നിങ്ങൾക്ക് നോക്കാം. ഈ ഡിഫറൻസിയേഷനല്ലേ ഉള്ളൂ. കമ്പോണന്റ് വൈസ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ വെക്ടർ ഡിഫറൻസിയേഷൻ ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ആർ ഓഫ് ടി കോസ് 2ti പ്ലസ് സൈൻ 2tj പൊസിഷൻ ആകുന്ന കേസിൽ ഈ കർവിൻ്റെ ടി ബാർ എൻ ബാർ കർവേച്ചർ കാപ്പ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ആറുണ്ട് വി ബാർ ഡി ആർ ബാർ ബൈ ഡി ടി കണ്ടുപിടിക്കുക. മോഡ് വി ബാർ അവിടെ നിന്ന് കണ്ടുപിടിക്കും. ടി ബാർ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വി ബാർ ബൈ മോഡ് വി ബാർ ആണ്. അപ്പോൾ അത് പറഞ്ഞതുപോലെ ഡെഫിനേഷൻസ് ഉപയോഗിച്ചാൽ മതി. പ്രോബ്ലം ഡീറ്റെയിൽഡായിട്ട് തന്നിരിക്കുന്ന നോട്ട്സിൽ ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ നോട്ട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കി നിങ്ങൾ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമില്ല. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുക.
ഒട്ടും ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യമില്ല. നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.